ഇപ്പൊ ഈ വെപ്രാളടിച്ചുകൊണ്ട് ഞാൻ പോണത് തേജുവിനും മിൻഷാടിനും കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കാനാണ് കേട്ടോ. ഇന്ന് ഞാൻ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയേക്കണത് ചിക്കൻ കറിയും ബിരിയാണി റൈസും പിന്നെ കുറച്ച് കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തേജുവിന് ചിക്കൻ കറി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് സോയാബീനും കൂടി വറുത്തിട്ടുണ്ട് കേട്ടോ അവന് കൊണ്ടുപോകാൻ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ തേജപ്പനുള്ളതായിട്ട് ആക്കണത്. അവന് കുറച്ച് തന്നെ കൊടുത്തയക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അവനത് സോയാബീൻ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. തേജുവിന് പിന്നെ കച്ചമ്പറിൽ ഉള്ളിയും പച്ചമുളകും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൽ തൈര് മാത്രം വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻഷാടിനും കൂടി ഒപ്പം ആക്കുന്നുണ്ട്. ഈ വെച്ചുണ്ടാക്കണൊക്കെ ഏറ്റവും വലിയ പണിയാണ് കേട്ടോ. ഇതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു വിടല്. ചേട്ടന് മാത്രമായിട്ട് ആ ചിക്കൻ കറി ആക്കണുള്ളൂ. തേജപ്പന് പിന്നെ നോണ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവനാക്കാത്തത്. പിന്നെ അതേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിട്ട് ഞാൻ ഒരു കാര്യം ഓർത്തത് പപ്പടാക്കാൻ വിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്, പക്ഷെ പാത്രത്തിലാക്കാൻ മാത്രം മറന്നു. പിന്നെ തേജപ്പന്റെ സ്നാക്സ് ബോക്സിൽ ഇതേ തണ്ണിമത്തനും മേരോ റൂട്ട് ബിസ്ക്കറ്റും പിന്നെ അവന് ഇഷ്ടമുള്ള ഒരു ക്രീം ബിസ്ക്കറ്റും കൂടി ആട്ടാക്കി വെക്കണത്. പിന്നെ അവന്റെ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ പാത്രങ്ങളെല്ലാം ടവലിൽ കെട്ടിയിട്ട് ഞാൻ വേഗം ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വിൻഷാടിന്റെ ടിഫിൻ ബോക്സ് ഇതേ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു നേരം കൊണ്ട് തന്നെ വിൻഷാടിന്റെയും തേജുവിനെയും പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വിൻഷാട്ടൻ പുറപ്പെടുന്നതിൻ്റെ ഒപ്പം അവനും പുറപ്പെടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് അൽഫാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വിൻഷാട്ടൻ അത് ആക്കണ്ട, രാത്രി വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. ഇത്രയ്ക്കും വെപ്രാളടിച്ചിട്ട് ഇതൊക്കെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കയറാടുന്നല്ലോ. അപ്പോൾ റോഡ് പണി നടക്കണ കാരണം വണ്ടി ഇതേ റോട്ടിലേക്കേ വരുള്ളൂ. അപ്പം നമുക്ക് സെൻട്രലിലേക്ക് നടക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.